ഹായ് മക്കളെ, എല്ലാവരും നല്ല ടെൻഷനിലാണ്. നീറ്റ് 2025 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? ഓൺലൈനിൽ അത് കാണുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് വേണ്ട, അതിന് മുമ്പായിട്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് നീറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക, വളരെ ക്വിക്കായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കൂടെ പറയാം. സമയം കളയുന്നില്ല. നിങ്ങളും തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാ, നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് ഏകദേശം 40 സ്റ്റെപ്പുകൾ ഉണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചില ഡോക്യുമെന്റ്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത് അതറിയാലോ. മെയിൻ ആയിട്ട് നമ്മുടെ ഫോട്ടോ. ഈ ഫോട്ടോനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഒന്നും കൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് പേര്, ഡേറ്റ് നിർബന്ധമല്ല. അഡ്വൈസബിൾ ആണ്. വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 2025 ജനുവരി 1 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പ്രധാനമായും നമ്മുടെ SSLC, അതായത് 10th സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അതിൽ 2 എണ്ണമായിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 10th സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ SSLC ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഒറ്റ സിംഗിൾ ആയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം, +2 സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്, എന്താണ് അഡ്രസ് പ്രൂഫ് ആയിട്ട് കൊടുക്കുക? അത് ആധാർ കാർഡ് കൊടുക്കാം. ഇനി വേറെ ഏതെങ്കിലും അഡ്രസ് പ്രൂഫോ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നെങ്കിൽ അതും കൂടെ കൊടുക്കാം. നിങ്ങളുടെ അഡ്രസ്സ് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു അഡ്രസ് പ്രൂഫ് വേണം. പിന്നെ നമുക്ക് വിരലടയാളങ്ങൾ, ഇപ്പൊ ഫിംഗർ എന്ന് പറയുന്ന സമയത്ത് 2 കൈകളുടെയും എല്ലാ ഫിംഗറിന്റെയും കൃത്യമായിട്ട് അത് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഫിംഗർ പ്രിന്റ് വേണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ഫയൽസിന്റെയും പേരും അതേപോലെ തന്നെ അതിന്റെ സൈസും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, നോക്കുക. ഡോക്യുമെന്റ്സ് റെഡിയാക്കിയതിന് ശേഷം അപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ ഇടയിൽ ഡോക്യുമെന്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഡിമെറിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സ്ക്രീൻ ടൈമിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഒരുപാട് നേരം നമ്മളൊരു സ്ക്രീൻ വെച്ചുകൊണ്ടിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. സ്ക്രീൻ റെസ്പോണ്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർഡ് ഡോക്യുമെന്റ്സ് റെഡിയാക്കുക. അതിനുശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ നീറ്റിന്റെ സൈറ്റ് അറിയാലോ, neet.nta.nic.in വിസിറ്റ് ചെയ്യാം. അതിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. അതിൽ ന്യൂ രജിസ്ട്രേഷൻ, എല്ലാവരും ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി നീറ്റ് എഴുതിയ കുട്ടികളാണെങ്കിലും ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. കാരണം 2025 നീറ്റ് പരീക്ഷ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നത്. ഇപ്പൊ ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 4ലേക്ക് എത്തിയ ക്വിക്കായിട്ട് നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് എത്തി. ഒന്നും കൂടെ പറയാലോ, നീറ്റിന്റെ സൈറ്റിലേക്ക് പോവാം, ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കുട്ടിയുടെ കാൻഡിഡേറ്റിന്റെ പേര്, ചൈൽഡ് നെയിം കൊടുക്കുക. കുട്ടിയുടെ പേര് കൊടുക്കുമ്പോൾ SSLC ബുക്കിലുള്ളത് അതേപോലെ കൊടുക്കണം കേട്ടോ. 10th സർട്ടിഫിക്കറ്റ് SLC ബുക്കിലെ പേര് അതേപോലെ കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 10th സർട്ടിഫിക്കറ്റിലെ പേരും ആധാർ കാർഡിലെ പേര് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സിലെ പേരും വ്യത്യാസം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇതിലൊരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക ഞാൻ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഈ കാര്യം ഓർമ്മിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറിൽ എപ്പോഴും നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലെ പേരും നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫിലുള്ള ആ പേരും സെയിം ആയിരിക്കണം എന്ന് ഓർമ്മിക്കുക. അപ്പൊ പേര് കൊടുക്കുക. തൊട്ട് പിന്നാലെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്ന സ്റ്റെപ്പ് 6 ആയിട്ട് വരുന്നത് നിങ്ങളുടെ പാരന്റ്സിന്റെ, ഫാദറിന്റെയും മദറിന്റെ പേര് കൊടുക്കാനുണ്ട്. അതും 10th സർട്ടിഫിക്കറ്റിൽ അതേ പ്രകാരം കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ പേര് കൊടുക്കുക, പാരന്റ്സിന്റെ പേര്, ഫാദറിന്റെയും മദറിന്റെ പേര് കൊടുക്കുക. പിന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ അത് ഫില്ല് ചെയ്യുക. ഇതിനൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്ത് കോംപ്ലിക്കേഷൻ ഉള്ളത്. ഇതാണ് പറഞ്ഞ ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്, ഒരു കുഴപ്പമില്ല. പേര് കൊടുക്കുക, പാരന്റ്സിന്റെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഇത് രണ്ടും കൊടുക്കാനുണ്ട്. ഇതിൽ ചെറിയൊരു കേസ് നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും, നിങ്ങളിപ്പോൾ കോട്ടയത്താണ്, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് കോട്ടയത്താണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന കോഴിക്കോടാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് രണ്ടിനും ഓരോ പ്രൂഫ് ഹാജരാക്കാനുണ്ട്. ഇനി നിങ്ങൾക്ക് 2 അഡ്രസ്സും സെയിം ആയിട്ട് കൊടുക്കാം. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്ന് തന്നെ കൊടുക്കാം. മേ ബി നിങ്ങൾക്ക് 2ഉം കോട്ടയത്ത് തന്നെ കൊടുക്കാം, 2ഉം കോഴിക്കോട് തന്നെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുക്കുന്ന അഡ്രസ് അനുസരിച്ചിട്ടാണ്, ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സിന്റെ സ്റ്റേറ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാം സെന്റർ കിട്ടുന്നത്. മേ ബി നിങ്ങൾക്ക് തമിഴ്നാട് എക്സാം സെന്റർ വേണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു അഡ്രസ് എങ്കിലും പ്രസന്റിലോ പെർമനന്റിലോ ഉണ്ടായിരിക്കണം. ഒന്നും കൂടെ ഞാൻ പറയാം, തമിഴ്നാട്ടിലെ എക്സാം സെന്റർ വേണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു അഡ്രസ് എങ്കിലും പ്രസന്റിലോ പെർമനന്റിലോ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു കുട്ടിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ കർണാടകയിൽ ബാംഗ്ലൂരിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സാം സെന്റർ വേണമെന്നാണ്. കുട്ടി 2 അഡ്രസ്സും കേരളത്തിൽ തന്നെ കൊടുത്തു. ഏതൊക്കെ? പ്രസന്റും പെർമനന്റും കേരളത്തിൽ കൊടുത്താൽ ഒരു കാരണവശാലും ബാംഗ്ലൂരിന്റെ അല്ലെങ്കിൽ കർണാടകയിലുള്ള പറഞ്ഞിരിക്കുന്ന എക്സാം സെന്റേഴ്സ് ഓപ്പൺ ആയി വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്താണോ എക്സാം സെന്റർ ആവശ്യമായിട്ട് വരുന്നത്, ഇപ്പൊ വിദേശത്താണെങ്കിലോ വിദേശത്തുള്ള ഒരു അഡ്രസ് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം.
ഇതാണ് നമ്മൾ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കേണ്ടതിൽ ശ്രദ്ധിക്കേണ്ടത്. പോയിന്റ് മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? 9ാമത്തെ സ്റ്റെപ്പിലെത്തി. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുത്തു. ഇനി നമ്മൾ പോകുന്ന 10ാമത്തെ സ്റ്റെപ്പ് ഇമെയിൽ ഐ ഡി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 ഇമെയിൽ ഐ ഡി ഇവിടെ ആവശ്യമുണ്ട്. ഇമെയിൽ ഐ ഡി തെറ്റാതെ ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ നിന്നൊക്കെ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഇമെയിൽ ഐ ഡി അറിയാം, പക്ഷെ അതിന്റെ പാസ്വേഡ് അറിയില്ല. അപ്പൊ കൃത്യമായിട്ട് ഇമെയിൽ ഐ ഡി ഇതിന് മാത്രമായിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ പഴയ ഇമെയിൽ ഐ ഡി എവിടെയെങ്കിലും ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാസ്വേഡ് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനു വേണ്ടി ഒരു പുതിയ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി. 2 ഇമെയിൽ ഐ ഡി വേണം. ഇപ്പോഴാദ്യം കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് OTP വരുന്നത്. ഇപ്പൊ വളരെ ശ്രദ്ധിക്കുക. ഇമെയിൽ ഐ ഡി, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പറായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഈ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ആ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇപ്പൊ എവിടെയെങ്കിലും ഉള്ള എപ്പോഴോ ഉപയോഗിച്ച് കളഞ്ഞ ഒരു മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പർ, അത് പാരന്റ്സിന്റെ മൊബൈൽ നമ്പർ ആവാം, നിങ്ങളുടേതാണെങ്കിൽ അതാവാം, അടുത്ത റിലേറ്റീവിന്റെ ആവാം, ഫ്രണ്ട്സിന്റെ ആവാം. പക്ഷെ നിങ്ങൾക്ക് വളരെ റിലയബിൾ ആയ ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ്. അപ്പൊ മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെന്താ? ആൽഫാ ന്യൂമറിക് പാസ്വേഡ്. അപ്പോൾ ആൽഫാ ന്യൂമറിക് പാസ്വേഡ് അതിന്റെ ലെറ്റേഴ്സും അറിയാലോ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചേർത്തിട്ട് ഒരു ആൽഫാ ന്യൂമറിക്കൽ പാസ്വേഡ്. പെട്ടെന്ന് കിട്ടാത്തൊരു പാസ്വേഡ് ആയിരിക്കണം. കാരണം നിങ്ങളുടെ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിൽ കയറിയിട്ട് മാറ്റങ്ങൾ വരുത്താം. അപ്പൊ അതുകൊണ്ട് തന്നെ പാസ്വേഡ് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 12ാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. 12ാമത്തെ സ്റ്റെപ്പിലെത്തി ആൽഫാ ന്യൂമറിക്കൽ പാസ്വേഡ് കൊടുക്കുക. പിന്നെ എന്താണ്? സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. വല്ല കാരണവശാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഓർമ്മയായതുകൊണ്ട് വല്ല കാരണവശാലും ഈ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. മേ ബി നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്തോ അവിടെ കുറെ ഉണ്ട്, സ്കൂളിന്റെ പേര് അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ കൃത്യമായ ആ പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഓർമ്മയില്ല, അതിന്റെ ആൻസർ ഓർമ്മയില്ല. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസറും കൊടുക്കുന്നത് എന്തിനാ? ഇത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ അതിന് രണ്ടാമത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും ഓർമ്മയില്ല. അപ്പൊ കൃത്യമായിട്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസറും കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കുക. കാരണം ഇപ്പോഴും പൊതുവെ എല്ലാവർക്കും ഓർമ്മ വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ശരി, ഓക്കെ. ഇനിയിപ്പോ എന്താ? 14ലേക്ക് പോട്ടെ. 14 സേവ് ആൻഡ് വെരിഫൈ ദ ഡീറ്റെയിൽസ്. ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സേവ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ബാക്കിലോട്ട് പോട്ടെ, ഒരു പ്രാവശ്യം കൂടെ പുറകോട്ട് പോട്ടെ. ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. ഒന്നുമില്ല, വളരെ സിമ്പിളാ. ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യാം. ന്യൂ രജിസ്ട്രേഷന് ശേഷം നിങ്ങളുടെ പേര് കൃത്യമായിട്ട് 10th സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ എൻ്റർ ചെയ്യുക. അടുത്തത് നിങ്ങളുടെ പാരന്റ്സിന്റെ പേര് കൊടുക്കുക. പാരന്റ്സിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫാദറിന്റെ മദറിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം പ്രസന്റ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക. ഇതിലെന്താ ഞാൻ പറഞ്ഞ കാര്യം? പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കുന്നത് എക്സാം സെന്ററായിട്ട് ബന്ധമുണ്ട്. ഏത് സംസ്ഥാനത്താണോ നിങ്ങൾക്ക്, ഇപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പിന്നെ ഇടുക്കി, എവിടെ വേണമെങ്കിലും, കോട്ടയം, എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെന്റർ അലോട്ട് ചെയ്ത് കിട്ടും. അതിനൊരു കുഴപ്പമില്ല. പ്രസന്റും പെർമനന്റും ഡിഫറന്റ് ആണെങ്കിൽ അതിന്റെ പ്രൂഫ് വേണം, സെയിം ആണെങ്കിൽ ഒറ്റ പ്രൂഫ് മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പോട്ടെ. പിന്നെന്താ? 10 ഇമെയിൽ ഐ ഡി. ഞാൻ കുറച്ച് സ്പീഡാക്കുന്ന എന്താ അറിയാം? ഒരുപാട് സമയം നിങ്ങൾക്കില്ല എന്നറിയാം, ഒരുപാട് തിരക്കുകൾക്കിടയിലാണ്. ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് വേണം. ഇമെയിൽ ഐ ഡിയിലേക്ക് OTP വരും, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ വാലിഡ് മൊബൈൽ നമ്പർ ആയിരിക്കണം. അതും കൂടെ ശ്രദ്ധിക്കുക. പാസ്വേഡ് കൊടുക്കുക. സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അത് ഫോട്ടോ എടുത്ത് വെക്കുക. വെരിഫൈ ചെയ്യാം. ഇത്രയാണ് ആദ്യത്തെ ഒരു സെഷനിൽ വരുന്ന 14 സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തി. 40 സ്റ്റെപ്പിന്റെ ഒരു യാത്രയാണ്, ശ്രദ്ധിക്കണം. 14 സ്റ്റെപ്പിലേക്ക് എത്തി. സ്റ്റെപ്പ് നമ്പർ 15ലേക്ക് സെൻഡ് OTP. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? OTP വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ OTP വെരിഫിക്കേഷന് വേണ്ടി സെൻഡ് OTP കൊടുക്കുക. അപ്പൊ ഒരു OTP കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിലിമിനറി രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോട് നിങ്ങളുടെ പ്രിലിമിനറി രജിസ്ട്രേഷൻ അവസാനിച്ചു. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല, നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകണം. ഇതാ വരുന്നു സ്റ്റെപ്പ് നമ്പർ 16. അവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണ്? സാധാരണ നമ്മുടെയൊക്കെ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കുക. പിന്നെ സ്റ്റെപ്പ് നമ്പർ 17 സെലക്ട് സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി മോസ്റ്റ് ഓഫ് ദ കേസ് അത് കേരളയായിരിക്കും. ഇനി തമിഴ്നാടാണ് നിങ്ങളുടെ നേറ്റിവിറ്റി, അവിടെയാണ് നിങ്ങൾ കൂടുതലും, അവിടെയുള്ള 85% സീറ്റ്സിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി തമിഴ്നാട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. നിങ്ങൾ കർണാടകയിൽ ഒരു കുട്ടിയാണെങ്കിൽ, അവിടെ പഠിച്ചു വളർന്ന കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ നേറ്റിവിറ്റി അവിടെയാണെങ്കിൽ അവിടെ കൊടുക്കുക. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസ് അത് കേരളയായിരിക്കും.
അപ്പോൾ മോസ്റ്റ് ഓഫ് ഇത് കാണുന്ന മിക്കവാറും ആൾക്കാരുടെ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി കേരളയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇനി അതല്ല എങ്കിൽ തമിഴ്നാടോ കർണാടകയാണ് നോക്കിയിട്ട് കൊടുക്കുക. മിക്കവാറും കേസിൽ ഇവിടെ കേരള തന്നെയായിരിക്കും എടുക്കേണ്ടി വരിക. പിന്നെ കാറ്റഗറി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജനറൽ ആണോ, ഒ ബി സി ആണോ? ഒ ബി സി മീൻസ് എസ് സി, ബി സി, ഒ ബി സി, അതേപോലെ എസ് സി, എസ് ടി, ഇ ഡബ്ല്യു എസ് കാറ്റഗറിയാണ്. ഇ ഡബ്ല്യു എസ് എന്ന് വെച്ചാൽ എന്താ? ഇ ഡബ്ല്യു എസ് എന്ന് വെച്ചാൽ മുന്നോക്ക ജാതികളിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇ ഡബ്ല്യു എസ്. ഇ ഡബ്ല്യു എസ് ആണോ, എസ് സി ആണോ, എസ് ടി ആണോ, ഒ ബി സി ആണോ, ജനറൽ ആണോ, ഇത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രൂഫ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം. ഒ ബി സി എന്ന് പറയുമ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ആവശ്യമാണ്. ഈ ഒ ബി സി ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പൊ നിങ്ങളുടെ വരുമാന പരിധി ഉയർന്ന വരുമാനമാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും, നിങ്ങൾ ഒ ബി സിയിലാണ്, ഒ ബി സി മുസ്ലിം കാറ്റഗറിയിലാണ്, പക്ഷെ നിങ്ങളുടെ വരുമാന പരിധി ഉയർന്ന ക്രീമി ലെയർ ആണ്. എന്താണ് ക്രീമി ലെയർ എന്ന് വെച്ചാൽ? മേൽത്തട്ട്, മേൽപരിധി, അതായത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പാരന്റ്സ് വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ അവിടെ ജനറൽ എന്ന് കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അതിന്റെ റിസർവേഷൻ കിട്ടില്ല. ആ പാരന്റ്സോട് കൂടെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ ജനറൽ ആണോ, ഒ ബി സി ആണോ, എസ് സി, എസ് ടി, ഇ ഡബ്ല്യു എസ് ആണോ? ഇത് വളരെ കൃത്യമായിട്ട് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇ ഡബ്ല്യു എസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ജനറൽ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇതിലെന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാറ്റഗറി കൃത്യമായിട്ട് കൊടുക്കണം. കാറ്റഗറി പിന്നീട് മാറ്റം വരാത്ത രീതിയിൽ കാറ്റഗറി കൃത്യമായിട്ട് കൊടുക്കുക. 19ാമത്തെ സ്റ്റെപ്പിലേക്ക് ആൻസർ വെദർ യു ഹാവ് എ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഓൾറെഡി തഹസിൽദാർ എടുക്കുന്നതാണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. തഹസിൽദാർ എടുക്കുന്ന വാങ്ങിക്കണം. വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങരുത്. കാരണം ഇതൊരു സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് തഹസിൽദാർ നിന്ന് വാങ്ങിക്കണം. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങളുടെ കയ്യിൽ തഹസിൽദാർ നിന്ന് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി വേണം. വാലിഡിറ്റി 2025 വരെ വാലിഡിറ്റി വേണം. ഓൾമോസ്റ്റ് നമുക്കൊരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ആയിരിക്കും കൗൺസിലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം, ഈ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി 2025 ജൂൺ ജൂലൈ മാസം വരെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ ചെയ്യാം. ചില സർട്ടിഫിക്കറ്റുകൾ മാർച്ചിലും ഫെബ്രുവരിയിലൊക്കെ അവസാനിക്കുന്നുണ്ടാവും. പക്ഷെ റിസ്ക് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഒരു ജൂൺ ജൂലൈ വരെ എങ്കിലും വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ അത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് ഓർ നോ കൊടുക്കുക. എന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തതേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അപ്ലൈഡ് ഡേറ്റ് ആൻഡ് അതോറിറ്റി നെയിം കൊടുക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ, ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഡേറ്റും അതിന്റെ അതോറിറ്റി നെയിം മോസ്റ്റ് ഓഫ് ദ കേസ് തഹസിൽദാർ ആണ്. മോസ്റ്റ് ഓഫ് ദ കേസിലെ തഹസിൽദാർ തന്നെയാണ്, അതും കൂടെ കൊടുക്കുക. മുന്നോട്ട് പോട്ടെ. 20ാമത്തെ സ്റ്റെപ്പ് പിന്നിട്ടിരിക്കുന്നു. ഇനി നമ്മൾ പകുതി ദൂരം പോകാനുണ്ട്. 21 ആൻസർ വെദർ യു ആർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. നിങ്ങൾക്ക് ശാരീരികമായ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ? യെസ് ഓർ നോ കൊടുക്കുക. ഇതിലൊക്കെ ഒരു ഡൗട്ടും ഇല്ലല്ലോ, പെട്ടെന്ന് കൊടുത്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ശാരീരികമായി വൈകല്യങ്ങളുണ്ടോ? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ? യെസ് ഓർ നോ കൊടുക്കുക. മുന്നോട്ട് പോട്ടെ. ആൻസർ വെദർ യു ആർ ഡയബറ്റിക്. നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ടോ? പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ? ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ അവിടെ ചില മുൻകരുതലുകൾ പരീക്ഷാ കേന്ദ്രത്തിൽ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഡയബറ്റിക് ആണോ അല്ലയോ? യെസ് ഓർ നോ കൊടുക്കുക. സംശയമില്ലല്ലോ? ഒരു സംശയമില്ല. 23 എൻറ്റർ പ്ലേസ് ഓഫ് റെസിഡൻസ്. നിങ്ങൾ താമസിക്കുന്ന റൂറൽ ആണോ, അർബൻ ആണോ, ഗ്രാമപ്രദേശത്താണോ, നഗരപ്രദേശത്താണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം. ഇതിലൊന്നും പറയാനില്ല. 24 എൻറ്റർ ആനുവൽ ഇൻകം. അവിടെ ഒരു ഇൻകം കൊടുത്തിട്ടുണ്ട്. ഈ ഇൻകം നിങ്ങളുടെ അഡ്മിഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ പാരന്റ് ഇൻകം അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. 2 ലക്ഷത്തിന് 3 ലക്ഷത്തിനിടയിൽ, 3 ലക്ഷത്തിന് 5 ലക്ഷത്തിനിടയിൽ, 5 ലക്ഷത്തിന് 6 ലക്ഷത്തിനിടയിൽ, 6ന് 7നിടയിൽ, അതിങ്ങനെ വരും വലത് ഭാഗത്ത്. അതങ്ങ് സെലക്ട് ചെയ്താൽ മതി. പാരന്റിന്റെ ഇൻകം, ആനുവൽ ഇൻകം അങ്ങ് കൊടുക്കുക. പിന്നെന്താ? ആൻസർ വെദർ യു ബിലോങ്സ് ടു മൈനോറിറ്റി. മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി ക്വാട്ടയുണ്ട്. അതായത് ചില കോളേജുകളുടെ നിശ്ചിത ശതമാനം സീറ്റുകൾ മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഇത് ഇപ്പോഴും വേണ്ട, പിന്നീട് അലോട്ട്മെന്റ് കൗൺസിലിംഗ് സമയത്താണ്. അതിന് നിങ്ങൾക്ക് അർഹതയുണ്ടോ? നിങ്ങൾ മൈനോറിറ്റി, മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്ന ആളാണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഓർ നോ കൊടുക്കുക. മുന്നോട്ട് പോവുക. മനസ്സിലായല്ലോ? മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകൾക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിഭാഗത്തിൽ പെടുകയാണെങ്കിൽ യെസ് ഓർ നോ കൊടുക്കുക. മുന്നോട്ട് പോവാ. 25 25 ഇനി 26 എൻ്റർ കൺട്രി ഓഫ് റെസിഡൻസ്. നിങ്ങളിപ്പോ താമസിക്കുന്ന ഇന്ത്യയിലല്ലേ, ഭാരതത്തിലല്ലേ? അപ്പൊ ഇന്ത്യ എന്ന് കൊടുക്കുക. അത് തന്നെയാണ് കൺട്രി ഓഫ് റെസിഡൻസ്. ഓക്കെ, പറയണ്ടല്ലോ, കൂടുതൽ പറയണ്ട, അവിടെ പെട്ടെന്ന് പാസ് ചെയ്തു. 27 ആൻസർ വെദർ യു ഇന്റൻഡ് ടു വിയർ എ റിലീജിയസ് ഡ്രസ്. നിങ്ങൾ ചില സമയത്ത് ഈ പർദ്ദ അതുപോലെ അല്ലെങ്കിൽ കന്യാസ്ത്രീ അതുമായിട്ട് ബന്ധപ്പെട്ട
റിലീജിയസ് ഡ്രസ്സ് പർദ്ദ ധരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പർദ്ദയൊക്കെ ഇട്ടിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മതപരമായ ഡ്രസ്സ്, അതായത് അറിയാലോ മുസ്ലിം ക്രിസ്ത്യൻ കാറ്റഗറിയിൽ പൊതുവെ മതപരമായ ഡ്രസ്സുകൾ ധരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഇവിടെ കൊടുക്കണം. പോട്ടെ 28 സെലക്ട് ഹൗ യു പ്രിപ്പയർഡ് ഫോർ ദ എക്സാം. നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതിൽ സെൽഫ് സ്റ്റഡി ഉണ്ട്, പിന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. അത് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. സെൽഫ് സ്റ്റഡി കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മളത് കോച്ചിങ്ങിന് പോയി എന്നുള്ള കാര്യം അവരോട് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ എന്ന് കൊടുക്കുക, സെൽഫ് സ്റ്റഡി എന്ന് കൊടുക്കുക, അത് സെലക്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ എന്താ 29 സേവ് ആൻഡ് വെരിഫൈ ദ എൻറ്റേർഡ് ഡീറ്റെയിൽസ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് സേവ് ചെയ്യുക. അപ്പോൾ ഒരു ഘട്ടം കൂടി അവസാനിച്ചു. അപ്പൊ ഇതിലൊന്ന് ബാക്കോട്ട് പോണ്ടല്ലോ. 22 ആൻസർ വെദർ യു ആർ ഡയബറ്റിക്. ഇവിടുന്ന് തുടങ്ങുക. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ? സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നുകൂടെ പറയണോ? യെസ്. സെലക്ട് കാറ്റഗറി സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പറും പിന്നെ നമ്പർ ഇല്ലെങ്കിൽ അപ്ലൈഡ് ഡേറ്റും അതോറിറ്റിയും കൊടുക്കുക. പിന്നെ ആൻസർ വെദർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ പ്ലേസ് ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്, പിന്നെ ആനുവൽ ഇൻകം എത്രയാണ് ആ കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുക. പിന്നെ ആൻസർ വെദർ യു ബിലോങ്സ് ടു മൈനോറിറ്റി ക്വാട്ടയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്യാം. എൻറ്റർ കൺട്രി ഓഫ് റെസിഡൻസ് അതും സെലക്ട് ചെയ്യുക. വെദർ യു ഇന്റൻഡ് ടു വിയർ, മനസ്സിലായല്ലോ, റിലീജിയസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജ് എന്താണ്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നിർത്താറായില്ല. 29 ഇനിയുണ്ട്. 30ാമത്തെ സ്റ്റെപ്പ് വരുന്നു. സെലക്ട് ID ടു ബി ക്യാരി ടു ദ എക്സാമിനേഷൻ ഹാൾ. ഏത് ID ആണ്, ഏത് ഐഡന്റിഫിക്കേഷൻ പ്രൂഫാണ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? ആധാർ കാർഡാണോ, പാൻ കാർഡാണോ, പാസ്പോർട്ടാണോ? ആധാർ കാർഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അതായത് നിങ്ങളുടെ പേരും ആധാർ കാർഡിലെ പേരും ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാം, പാൻ കാർഡോ പാസ്പോർട്ടോ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആധാർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ ഉണ്ടാവും. ആധാർ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കുമ്പോൾ അതിൽ മിസ്മാച്ച് വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ആധാറിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് നെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും ആധാർ കാർഡ് കൊടുക്കാം. ആധാർ കാർഡ് കൊടുത്തതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ മിസ്മാച്ച് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 31ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആധാറിന്റെ വെരിഫിക്കേഷൻ ചെയ്യാം. പിന്നെ ആൻസർ വെദർ യു ഹാവ് ആൻ അപാർ ID. അപാർ ID ആദ്യം വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയ സംഭവമായിരുന്നു. അപാർ ID വേണം, ഇല്ലെങ്കിൽ നീറ്റ് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇപ്പൊ NTA തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തലപുണ്ണാക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപാർ ID ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക, ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. സെലക്ട് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ചാടിക്കയറി മലയാളം കൊടുക്കേണ്ട, ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന NCERT സിലബസ് ഇംഗ്ലീഷിലാണ് അല്ലെ, ടേംസ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് വരുന്ന, ടെക്നിക്കൽ ടേംസ് ഇംഗ്ലീഷിലാണ്, ഈ പറഞ്ഞിരിക്കുന്ന സയന്റിഫിക് നെയിംസ് ഇംഗ്ലീഷിലാണ്, മറ്റു കാര്യങ്ങളൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഇംഗ്ലീഷിലാണ് വരുന്നത്. മീൻസ് ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചുമ്മാ മലയാളം കൊടുത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട, ഇംഗ്ലീഷ് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എക്സാം സെന്റർ സെലക്ട് ചെയ്യും. എക്സാം സെന്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 എക്സാം സെന്റർ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള, സപ്പോസ് നിങ്ങൾ കണ്ണൂരാണെങ്കിൽ നിങ്ങൾ കണ്ണൂരിലെ എക്സാം സെന്റർ ആദ്യം സെലക്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് നിങ്ങൾ കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ കോട്ടയത്താണെങ്കിൽ കോട്ടയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആലപ്പുഴ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എറണാകുളം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എക്സാം സെന്റർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ എക്സാം സെന്റർ ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവിടെ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പാരൻസിന്റെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്, പാരൻസിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇതൊന്ന് ചുമ്മാ അങ്ങ് അടിച്ചു നോക്കുക, എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇല്ലെങ്കിലും ചെറിയ എന്താ പറയണ്ടോ, അതിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഫാദറെ വിളിക്കാൻ നിൽക്കണ്ട, ഏകദേശം ഒരു ഡിഗ്രിന്നോ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഒന്നൊരു ചുമ്മാ വലിയ കാര്യമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഫാദറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ജോലിയും ചോദിക്കുന്നത്, അതും കൊടുക്കുക. പിന്നെന്താ, എൻ്റർ 10th ക്ലാസ് ഡീറ്റെയിൽസ്. 10th ക്ലാസ്സിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കേണ്ടത്, കൃത്യമായിട്ട് കൊടുക്കണം. 10th ക്ലാസ്സിന്റെ പഠിച്ച സ്കൂള്, ഇയർ, സ്കൂളിന്റെ ലൊക്കേഷൻ, സ്കൂളിന്റെ അഡ്രസ്സ്, പിൻകോഡൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വിദേശത്തൊക്കെ ഉള്ള കുട്ടികൾക്ക് സ്കൂള് പഠിച്ചത് സിപ്പ് കോഡൊക്കെ ആയിരിക്കും.
അപ്പോൾ അത് ചില സമയത്ത് ഡിജിറ്റ്സ് ഉണ്ടാവില്ല, അത്രയും ആ ബോക്സിൽ അത്രയും ഡിജിറ്റ്സ് ഇല്ലെങ്കിൽ 0 ചേർത്താൽ മതി. ഇപ്പം 390 ആണെങ്കിൽ അതിന് മുമ്പ് എത്ര 0 ആണ് അത് ചേർത്തിട്ട് ചെയ്യുക. അപ്പോൾ 0 ചേർത്തിട്ട് ബാക്കിയുള്ള ആ ഡിജിറ്റ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ച വ്യക്തമായ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കണം. സ്കൂളിൻ്റെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, സ്കൂളിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഏത് ഇയറാണ് പാസ് ചെയ്ത് തെറ്റ് വരുത്താതെ 10ാം ക്ലാസ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആർക്കും ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നീട് അതേപോലെ 12ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, ആ സ്കൂളിൻ്റെ ഏരിയ എന്താണ്, അതിൻ്റെ അഡ്രസ്സ് എന്താണ്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 12ാം ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതിനനുസരിച്ച് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. ഇപ്പോൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. പിന്നെ ഇനിയാണ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് റിക്വയർഡ് ഡോക്യുമെന്റ്സ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പ്രധാനമായും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഫോട്ടോന് കൃത്യമായിട്ടുള്ളൊരു ഫയൽ നെയിം നേരത്തെ കൊടുക്കണം. ഫോട്ടോന് ഫയൽ നെയിം കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പേര്, എന്താ ഇപ്പോൾ പേര് പറയാം, ബാബു എന്നാണ് കുട്ടിയുടെ പേരെങ്കിൽ ഫയൽ നെയിം കൊടുക്കുമ്പോൾ BA ഫസ്റ്റ് 2 ലെറ്റേഴ്സ് _ഫോട്ടോ, അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പം നിങ്ങൾ ആ ഫോട്ടോ എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് ഫയൽ നെയിം കൊടുത്തില്ല, അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേര്, ആ പേരിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് _ പിന്നെ ഫോട്ടോ എന്ന് കൊടുക്കുക. സിഗ്നേച്ചർ, ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. ഫോട്ടോത്തിന് 2 ടൈപ്പ് ഫോട്ടോ ഉണ്ട്. സിഗ്നേച്ചർ വേണം, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങളുടെ എന്ത് വേണം? എല്ലാ ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ, തമ്പ് ഇംപ്രഷനും ഉണ്ട്, മറ്റ് ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷൻ വേണം. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അപ്ലോഡ് ചെയ്ത ഇമേജസ് കൃത്യമായിട്ട് അതിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങൾക്കൊരു അഡ്വൈസ് തരാനുള്ളത്, വളരെയധികം ഇന്റർനെറ്റ് ട്രാഫിക് കൂടിയ ഈ സമയത്ത്, അതായത് ഉച്ച സമയത്ത്, പൊതുവേ എന്ന് വെച്ചാൽ രാവിലെ ഒരു 10 മണിക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതേപോലെ തന്നെ ഈ ഉച്ചക്ക് ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പേ ചെയ്താൽ ഇത് മിക്ക സമയങ്ങളും എന്താണ് അപ്ലോഡ് ആവാതെ കിടക്കുന്നുണ്ട്. അതുപോലെ വൈകുന്നേരം 5 മണി, ഒരാൾക്കാരൊക്കെ ഓഫീസ് ഇട്ട് പോകുന്ന ആ ഒരു 5 മണി, ഈ സമയത്തൊക്കെ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ പൊതുവേ ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് ട്രാഫിക് കുറഞ്ഞ സമയത്ത്, ആൾക്കാർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന അത്രയധികം ഒരു ക്രൗഡി ആയിട്ട് വരാത്ത സമയത്ത്, അത്രയധികം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യാത്ത, കുറച്ച് രാവിലെ നേരത്തെയോ കുറച്ച് വൈകിട്ടൊക്കെ ചെയ്താൽ പെട്ടെന്ന് അപ്ലോഡായി പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. കാരണം സെർവർ ബിസി ആവുന്നതുകൊണ്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് കുറച്ചായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത് നേരത്തെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫയൽ നെയിം ഇട്ട് കറക്റ്റ് സൈസിൽ ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി വെക്കണം. അങ്ങനെയാണ് വളരെ ക്വിക്കായിരിക്കും ആപ്ലിക്കേഷൻ. മോസ്റ്റ് ഓഫ് ദ കേസ് ഇറ്റ് ഈസ് ടേക്കിംഗ് എ ലോങ് ടൈം. കാരണം എന്ന് വെച്ചാൽ ഫയൽ നെയിമിൻ്റെ പ്രശ്നവും പേരിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട് ഇഷ്യൂസ് വരും. അപ്പോൾ നേരത്തെ തന്നെ ആ ഫയൽ റെഡിയാക്കിയാൽ വളരെ സുഗമമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് ദ ഫീ പേയ്മെന്റ്, വെരിഫൈ ആൻഡ് സബ്മിറ്റ് ദ ഫൈനൽ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങളുടെ ഫീ പേയ്മെന്റ് ചെയ്യാം. ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരു പേയ്മെന്റ് ഗേറ്റ് വേ വരും, അത് സെലക്ട് ചെയ്യുക. കൃത്യമായിട്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം, UPI പേയ്മെന്റ് ഉപയോഗിച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്. ഇതിൽ മെയിനായിട്ടും കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ ആധാറിന്റെ കോംപ്ലിക്കേഷൻ. ആധാറിന്റെ പേരും നിങ്ങളുടെ 10th പേരും സെയിം ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ അപ്ലോഡിങ് ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ അതിന്റെ ഫയൽ നെയിം, സൈസ് ഓഫ് ദ ഫയൽ ഒക്കെ കറക്റ്റ് നോക്കി വന്നാൽ വളരെ അനായാസമായിട്ട് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് നീറ്റ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾ കമന്റിലേക്ക് വരിക, വളരെ ക്വിക്കായിട്ട് ഉത്തരം നൽകുക. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ, കാരണം ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ ഈ ഇതിൽ ഇതിന്റെ സൈറ്റ് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ചെറിയ ലെറ്റേഴ്സ് ആണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് സ്ലൈഡ് ആക്കിയിട്ട് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്നും കൂടെ ക്വിക്കായിട്ട് പുറകിലോട്ട് പോകണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതാ വളരെ ക്വിക്കായിട്ട് ഇതാ എത്ര അനായാസമാണ്. നമ്മളിപ്പോൾ 4th സ്ലൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതാ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക, പേര് കൊടുക്കുക, ഫാദറിന്റെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എക്സാം സെന്റർ വരുന്നത്, ആ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നെ ആൽഫ ന്യൂമറിക് പാസ്വേഡ് കൊടുക്കുക, പിന്നെ സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക, ആൻസർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക, പിന്നെ OTP എടുക്കുക, നാഷണാലിറ്റി. പിന്നെ അതിലൊരു അഡീഷണൽ ഇമെയിൽ ID കൊടുക്കാനുണ്ട്,
അഡീഷണൽ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കൊടുക്കാനുണ്ട്. അതിലേക്ക് OTP ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ 2 ഇമെയിൽ ഐ ഡി 2 മൊബൈൽ നമ്പർ കൊടുക്കണം. ഒരു അഡീഷണൽ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും കൊടുക്കാനുണ്ട്. അത് ജസ്റ്റ് കൊടുത്താൽ മതി. അതിലേക്ക് OTP വെരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. പിന്നെ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി കൊടുക്കുക, കാറ്റഗറി കൊടുക്കുക, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്ലൈഡ് ഡേറ്റും അതോറിറ്റി നെയിമും കൊടുക്കുക. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ, ഡയബറ്റിക് ആണോ, പ്ലേസ് ഓഫ് റെസിഡൻസ് എവിടെയാണ്, ആനുവൽ ഇൻകം എത്രയാണ്, മൈനോറിറ്റിയിലാണോ, പിന്നെ കൺട്രി ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്, പിന്നെ റിലീജിയസ് സ്ട്രെസ് വേണോ ചോദിക്കുന്നുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് NTA ചോദിക്കണ്ട, ഒന്നും പേടിക്കാനില്ല നമുക്ക്. ഇപ്പൊ സെലക്ട് ഹാവ് യു പ്രിപ്പയർ ഫോർ ദ എക്സാം കൊടുക്കുക, സെൽഫ് സ്റ്റഡി ആണോ ചോദിക്കുന്നുണ്ട്, ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാം, ഏത് ID പ്രൂഫ് ആണ്, ആധാർ ആണെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യാം. ഇനി ആധാർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വിവാദമായ അപാർ ID ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, യെസ് ഓർ നോ കൊടുക്കുക. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുക, എക്സാം സെന്റർ വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. പിന്നെ പാരൻസിന്റെ ജോലി, വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നുണ്ട്. 10th ക്ലാസ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 12th ഡീറ്റെയിൽസ് കൊടുക്കണം. റിക്വയർഡ് ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, തെറ്റാതെ കൊടുക്കുക. പിന്നെ ഫീ പേയ്മെന്റ് കൊടുക്കുക, ഫയൽ സബ്മിഷൻ കൊടുക്കുക. അടിപൊളിയായിട്ട് വളരെ ക്യൂക്കായിട്ട് ഇപ്പോഴേ തന്നെ നീറ്റ് ആപ്ലിക്കേഷൻ ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ കമന്റ് ബോക്സിലേക്ക് പോവാ, ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം.